യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം പ്രാരംഭ വാക്യത്തിൽ നാം വായിച്ചത്, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുൻപ് വന്നു എന്നെഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മരണം ആകസ്മികമായി സംഭവിച്ച ഒരു കാര്യമല്ല, പെട്ടെന്നുണ്ടായതല്ല. യേശുവിന്റെ ജനനത്തെക്കുറിച്ച്, യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച്, യേശുവിന്റെ മരണത്തെക്കുറിച്ച്, യേശുവിന്റെ അടക്കത്തെക്കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ച്, രണ്ടാമത്തെ വരവിനെ കുറിച്ചൊക്കെ അനേക പ്രവാചക ശബ്ദം വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണാം. എപ്പോൾ അത് സംഭവിക്കും, അതിന്റെ ലക്ഷണങ്ങൾ എന്ത്, അതിന്റെ അനന്തര ഫലങ്ങൾ എന്ത് എന്നിത്യാദി നിരവധി വസ്തുതകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. യേശു കർത്താവ് എപ്പോ മരിക്കുമെന്ന് യേശുവിന് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യമുണ്ടായിരിക്കെ കർത്താവായ യേശു ബെഥാനിയ എന്ന് പറയുന്ന പട്ടണത്തിൽ തന്റെ ശുശ്രൂഷയുടെ അവസാന മണിക്കൂറുകൾ ചെലവഴിക്കാൻ എടുത്തെങ്കിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ടായിരിക്കും. യേശുവിന്റെ ബന്ധുജനങ്ങളോ യേശുവിന്റെ ശിഷ്യന്മാരിൽ അധികം പേരോ ഒന്നുമില്ലാത്ത ഒരു പട്ടണം കർത്താവ് തെരഞ്ഞെടുക്കുന്നെങ്കിൽ അതിന് വ്യക്തവും ന്യായവുമായ ഒരു കാരണമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്ന് രാത്രി അതിനെക്കുറിച്ചൊന്നൊരു വിശകലനം ചെയ്യാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ബെഥാനിയ എന്ന് പറയുന്ന പട്ടണത്തിനകത്ത് യേശു ക്രിസ്തുവുമായി ബന്ധമുള്ള 2 കുടുംബങ്ങളെ വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. ഒന്നാമത്തെ കുടുംബം ലാസറിന്റെ ഭവനം എന്ന് ഒറ്റവാക്കിൽ പറയാം. രണ്ടാമത്തെ ഭവനം കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ ഭവനം എന്ന് വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നു. ഈ 2 ഭവനങ്ങളുമാണ് യേശു കർത്താവുമായി ആഴമായ ബന്ധം പുലർത്തിയിരുന്ന 2 കുടുംബങ്ങൾ. 100-ലധികം കുടുംബങ്ങൾ ഒരുമിച്ച് പാർക്കുന്ന ആ പട്ടണത്തിനകത്ത് മറ്റാരും തന്നെ യേശുവിനെ കൈക്കൊള്ളാതിരിക്കുമ്പോൾ ഈ 2 കുടുംബങ്ങൾ കർത്താവിനെ കൈക്കൊള്ളുന്നു. പ്രാരംഭമായി ലാസറിന്റെ ഭവനത്തെ കുറിച്ച് 1-2 വാക്കുകൾ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ആ വീട്ടിൽ മാർത്ത എന്ന മൂത്ത സഹോദരിയും മറിയ എന്ന രണ്ടാമത്തെ സഹോദരിയും ലാസർ എന്ന 3-ാമത്തെ സഹോദരനും ആ വീട്ടിനകത്തുണ്ട്. വേദപുസ്തകത്തിന്റെ 33 വർഷത്തെ ക്രിസ്തുവിന്റെ ജീവിത ശുശ്രൂഷകളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിൽ ഒരിടത്ത് തന്നെയും ലാസറിന്റെ അമ്മയപ്പന്മാരെ കുറിച്ച് ഒരു ചെറു പരാമർശം പോലും നടത്തിയിട്ടില്ലാത്തത് കൊണ്ട് യേശു കർത്താവ് ഭൂമിയിൽ ശുശ്രൂഷിക്കുന്ന ആ കാലത്ത് അവർ ജീവനോടുകൂടി ഇല്ല എന്ന് എല്ലാവരും തന്നെ അനുമാനിക്കുന്നു. അപ്പനും അമ്മയും മക്കളുടെ നല്ല ഭാവി കാണുന്നതിന് മുമ്പ് തന്നെ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയിട്ടുണ്ടാവാം. ചരിത്രകാരന്മാർ പറയുന്നത്, യേശു കർത്താവ് പിറക്കുന്നതിനോട് അനുബന്ധിച്ച് ആ ദേശങ്ങളിൽ ഒരു മഹാമാരി വ്യാപിച്ചിരുന്നു എന്നും ആ രോഗത്തിന്റെ കാരണഫലമായി അനേക വ്യക്തികൾ മരണപ്പെട്ടിരുന്നു എന്നും അന്നത്തെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ ഏറെക്കുറെ 90% വേദ പണ്ഡിതന്മാരും അവകാശപ്പെടുന്നത് ദേശത്ത് പടർന്നു പിടിച്ച ആ മഹാമാരിയാൽ ആയിരങ്ങൾ മരിക്കപ്പെട്ടതിന്റെ കൂട്ടത്തിൽ മരിച്ച് മൺമറഞ്ഞു പോയ 2 പേരായിരിക്കാം ലാസറിന്റെ അമ്മയപ്പന്മാർ എന്ന് ചരിത്രത്തിന്റെ വസ്തുതകൾ നിരത്തിയും ആ കാലഘട്ടത്തിന്റെ കാരണങ്ങൾ നിരത്തിയും ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അവർ നിരത്തുന്ന കാരണങ്ങളെ വെച്ചുകൊണ്ട് അല്ല എന്ന് തള്ളിക്കളയാനും നമുക്ക് കഴിയില്ല. അത് വാസ്തവമാണെന്നുണ്ടെങ്കിൽ
ബാധിച്ച മഹാമാരിയുടെ അനന്തര ഫലം എന്ന വണ്ണം അമ്മയപ്പന്മാർ മരിച്ചു വീഴുന്നത് പ്രതികരിക്കാൻ കഴിയാതെ നോക്കി നിൽക്കേണ്ടി വരുന്ന 3 മക്കളെ വിശുദ്ധ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, ചില സമയങ്ങളിൽ മനുഷ്യൻ നിസ്സഹായനായി പോകാറുണ്ട്. പണമുണ്ടായിരുന്നിട്ടും ആരോഗ്യമുണ്ടായിരുന്നിട്ടും സമ്പത്തുണ്ടായിരുന്നിട്ടും മനുഷ്യൻ നിസ്സഹായനായി പോകും. ചിലരൊക്കെ പറയാറുണ്ട് പണമുണ്ടായിരുന്നെങ്കിൽ, ചിലര് പറയാറുണ്ട് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ, ചിലര് പറയാറുണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നെങ്കിൽ. എന്നാൽ കഴിഞ്ഞ 24 വർഷം ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ എന്നുള്ള നിലയ്ക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ കണ്ടുമുട്ടിയ ഇടത്തിന്റെ അനുഭവ പരിചയത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതൊക്കെ ഉള്ളവർ പോലും പലപ്പോഴും നിസ്സഹായരായി പോകുന്നത് കാണുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാം, എല്ലാം ഉണ്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ശ്രേഷ്ഠതയല്ല. 4 ഹോസ്പിറ്റലുകൾ സ്വന്തമായുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മരണം ഏറെക്കുറെ 2 മണിക്കൂറോളം അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ മരണം നേരിട്ട് കണ്ട മനുഷ്യനാണ് ഞാൻ. ആ സമയത്ത് അദ്ദേഹത്തെ ചികിത്സിക്കാൻ 8 ഡോക്ടർമാരും ഏറെക്കുറെ അത്ര തന്നെ നഴ്സുമാരും അതുപോലെ തന്നെ അനേക ആൾക്കാരും അദ്ദേഹത്തിന്റെ ചുറ്റിലുമുണ്ട്. ICUവിൽ നിരവധി ദൈവദാസന്മാർ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയോട് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായ മനുഷ്യൻ പറഞ്ഞൊരു പദം ഇതാണ്: ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു, ഞങ്ങൾക്ക് ഇനിയൊന്നിനും കഴിയില്ല. എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യനും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹത്തോടും ചിലർ പറയുന്നു, ഞങ്ങൾ നിസ്സഹായരാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, മനുഷ്യൻ ബലഹീനനാകുന്നിടത്താണ് ദൈവത്തിന്റെ ബലം തികഞ്ഞു വരുന്നത്. മനുഷ്യൻ ശൂന്യനാകുന്നിടത്താണ് ദൈവത്തിന്റെ നിറവ് വെളിപ്പെടുന്നത്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ശൂന്യതയ്ക്ക് മുകളിൽ ചില ദൈവ പ്രവർത്തികളെ വെളിപ്പെടുത്താൻ എന്റെ ദൈവം ശക്തനാകിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കരമുയർത്തി എന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ശ്രദ്ധിച്ചേ, നിങ്ങൾ സ്തോത്രം പറയുമ്പോ ഇത് ഒരു ഉണർവ് മീറ്റിംഗ് ആണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടും. ഇല്ലെങ്കിൽ ഇതൊരു ശവോടക്ക് പോലായി പോകും. അതുകൊണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യണമെന്ന് ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. അമ്മയപ്പന്മാരുടെ മരണത്തിൽ എന്ത് ചെയ്യുമെന്ന് പകച്ചു നിൽക്കുന്ന 3 മക്കൾ. പ്രായത്തിൽ വളരെ ചെറിയവനാണ് ലാസർ. 2 സഹോദരിമാർ, അവരുടെ ഭാവി ഇന്നത്തെ പോലെ ബാങ്ക് ബാലൻസുകളോ ഇന്നത്തെ പോലെ കരുതൽ നിക്ഷേപങ്ങളോ ഇന്നത്തെ പോലതായ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത അന്നത്തെ കാലത്ത് ദൈനംദിനം അധ്വാനിച്ച് ദൈനംദിനം ജീവിക്കുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭക്ഷണമില്ലായ്മ, വസ്ത്രമില്ലായ്മ, സൗകര്യക്കുറവുകൾ അവരെ അലട്ടാൻ സാധ്യതകളുണ്ട്. 100 ചോദ്യങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടായേക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം പ്രിയപ്പെട്ടവരെ, ചിലതൊക്കെ നമ്മുടെ പിടിവള്ളികളായി നിന്ന് അത് നമുക്ക് അറ്റുപോയി നാം ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നമുക്ക് സഹായിക്കാൻ ആരുമില്ലാത്ത സാഹചര്യം നമുക്ക് സംജാതമാകുമ്പോൾ, അതെന്ത് ചെയ്യുമെന്ന ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ ഉരുത്തിരിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ സായാഹ്നമാണ്, ഇത് അസ്തമിച്ചു പോയി എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്ക്: മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ജനനം മുതൽ മരണം വരെ അവൻ എന്തൊക്കെ ആയിരിക്കണം, എവിടൊക്കെ ഉയരണം, എവിടൊക്കെ നന്മ പ്രാപിക്കണം, എന്തൊക്കെ അവന്റെ ജീവിതത്തിൽ സംഭവിക്കണം, എന്തൊക്കെ സംഭവിക്കരുത്, ചിലത് സംഭവിക്കുമ്പോൾ അതിനെ തരണം ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നിത്യാദി നിരവധി അനവധി കാര്യാദികൾ സർവശക്തനായ ദൈവം ചിട്ടയോടെ അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയാതെ പോകരുത്. ശ്രദ്ധിക്കണം, ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ ചോദിക്കും, എങ്ങനെ ജീവിക്കും? ചിലരുടെ മരണങ്ങൾ കുടുംബത്തെ പിടിച്ചുലയ്ക്കാറുണ്ട്, എങ്ങനെ ജീവിക്കും? ചില നഷ്ടങ്ങൾ ചിലര് ചോദിക്കാറുണ്ട്, എങ്ങനെ സ്തോത്രം തരണം ചെയ്യും?
മീറ്റിംഗ് സ്പോൺസർ ചെയ്ത ഒരു മനുഷ്യനാണ് എന്നെ ആ ഇടത്തേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആദ്യമായി ഞാൻ ആ രാജ്യത്ത് ചെല്ലുമ്പോൾ എനിക്ക് ലഭിച്ച നല്ല സൗഹൃദങ്ങളിൽ ഒന്ന്, ഒരു മുന്തിയ ഹോട്ടലിൽ എന്നെ കൊണ്ടുപോയി എനിക്ക് ആവശ്യമുള്ളതും എനിക്ക് ആവശ്യമില്ലാത്തതുമായ അനവധി ഭക്ഷണങ്ങൾ എൻ്റെ മുമ്പിൽ വാങ്ങി വെച്ചു. എനിക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിൽ അല്പമായി ഞാൻ അതിനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് കടബാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സ്നേഹത്തോട് ചോദിച്ചു, എത്ര രൂപ ബാധ്യതയുണ്ട്? അദ്ദേഹം ആദ്യം ദറംസിൽ അതിന്റെ കണക്ക് പറഞ്ഞു. എന്നിട്ട് അത് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഏകദേശം 514 കോടി രൂപ എനിക്ക് ബാധ്യതയുണ്ട്. എന്റെ ജീവിതത്തിൽ ഇത്രയധികം ബാധ്യതയുള്ള ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, 9 രാജ്യങ്ങളിൽ എനിക്ക് ബിസിനസ് ഉണ്ട്, 14ഓളം കമ്പനികൾ ഞാൻ നടത്തുന്നുണ്ട്, എനിക്ക് ഇത്രയും ബാധ്യതയുണ്ട്. ഈ ബാധ്യത നിമിത്തം എനിക്ക് എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏകദേശം 9 ദിവസത്തോളം അദ്ദേഹത്തിന്റെ വില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്. ആ 9 ദിവസവും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അദ്ദേഹവും എന്നോടൊപ്പം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു ദിവസം ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് അദ്ദേഹത്തോട് സംസാരിക്കാൻ ചില സന്ദേശങ്ങൾ എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ ദൈവത്തിന്റെ നാമത്തിന്റെ മഹിമയ്ക്കായി ഞാൻ ആ മനുഷ്യനോട് അത് തുറന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദൈവമല്ലാതെ വേറൊരു മനുഷ്യനില്ല എന്നെ സഹായിക്കാൻ. പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരിക. ഏകദേശം 1-2 മാസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഒരു സന്ദേശം എനിക്ക് ലഭ്യമായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ വലിയ ബാധ്യതയിൽ ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടുന്ന വണ്ണം ഒരു അനുകൂലമായ ഒരു ദൈവപ്രവൃത്തി എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പാസ്റ്റർ വീണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്റെ ബാധ്യതകൾ തീർക്കാൻ പറ്റുന്ന അളവിൽ ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എനിക്ക് വരുന്നുണ്ട്, അതിനുവേണ്ടി ദൈവദാസൻ പ്രാർത്ഥിക്കണം. വരുന്ന 8 ദിവസത്തിനകത്ത് എനിക്കതിന്റെ കാര്യങ്ങൾ അറിയാനായിട്ട് കഴിയും. ഞാൻ മറ്റൊരു രാജ്യത്തിലേക്ക് ഒരു ബിസിനസ് മീറ്റിന് വേണ്ടി പോകുന്നു. ഞാൻ അവിടെ ചെന്ന് ആ കാര്യങ്ങൾ തീർത്ത് ഒരു നല്ല വർത്തമാനം പാസ്റ്ററെ വിളിച്ച് പറയുന്നത് വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ എനിക്ക് ലഭ്യമായ പരിധിക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ കരകയറാൻ എന്നാൽ ആവോളം ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞ ദിവസം ഒരു ഞായറാഴ്ച അവസാനിക്കുന്നു. ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം അദ്ദേഹം എനിക്ക് മെസ്സേജ് ഇട്ടു, പാസ്റ്ററോട് എനിക്ക് സംസാരിക്കണം. ഞാൻ ലഭ്യമായ സമയം തിരിച്ച് അദ്ദേഹത്തിന് മെസ്സേജ് ചെയ്തു. ആ സമയം ആ മനുഷ്യൻ എന്നെ വിളിച്ചു. വാവിട്ട് കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു. മറ്റൊരു വ്യക്തിക്ക്, മറ്റൊരു കമ്പനിക്ക് ആ കോൺട്രാക്ട് പോയി. എന്റെ ലൈഫിൽ പിടിച്ചു കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ച ഏക വഴി അതായിരുന്നു. മറ്റൊരു വാതിൽ തുറന്നു വന്നാൽ എനിക്കറിയില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന്. മരണമല്ലാതെ മറ്റൊന്ന് എന്റെ മുമ്പിൽ ബാക്കിയില്ല എന്ന് പരിതപിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു. ഇതിന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നാം എല്ലാവരും പ്രാർത്ഥിച്ചു. ആ വഴി തുറന്നു വന്നില്ലെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരിക്കും. ദൈവം മറ്റേതോ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ആ മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ കഴിയാവുന്ന വാക്കുകൾ പറഞ്ഞ് തിരുവെഴുത്തുകളിലെ ഭാഗങ്ങൾ
നെടുമ്പാശ്ശേരിയിലാണെങ്കിലും തിരിച്ച് ഞാൻ പോകുന്നത് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഏക ലക്ഷ്യം പാസ്റ്ററെ ഒന്ന് കാണണം എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ അദ്ദേഹം വന്നു. തിരുവനന്തപുരം പട്ടണത്തിനകത്തുള്ള ഒരു ഹോട്ടലിൽ സ്തോത്രം അദ്ദേഹം സ്റ്റേ ചെയ്യുന്നു. ഞാൻ അവിടെ അദ്ദേഹത്തെ കാണാനായിട്ട് എന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ലാസറിന്റെ കല്ലറയെ തുറന്ന് ഞാൻ പുറത്തെടുത്തതുപോലെ ഞാൻ ഇവനെയും പുറത്തെടുക്കും. എൻ്റെ പ്രവൃത്തി ഞാൻ ഇവനിൽ വെളിപ്പെടുത്തും. ഞാൻ അദ്ദേഹത്തോട് ആ വിവരങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. അദ്ദേഹം ഒരു സാധാരണ വാക്ക് കേൾക്കുന്നത് പോലെ അത് കേട്ടുള്ളൂ. കാരണം എനിക്കതിന് പരാതിയില്ല. കാരണം ഒത്തിരി തകർന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. പെട്ടെന്ന് ആ വാക്കുകൾ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാണ്ട് കഴിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം കടന്നുപോയി. അദ്ദേഹത്തെ ഓർത്തും അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ ഓർത്തും എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നിയിട്ടുണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ നീ അത്ഭുതം ചെയ്യണം. ഏകദേശം ഒരു 10-18 ദിവസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായി. മരിക്കാം, ഇനി ജീവിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് തൻ്റെ കട്ടിലിൽ താൻ കിടക്കുമ്പോൾ ആ മുറിക്കകത്ത് ഒരു മനുഷ്യ സാന്നിധ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ആരും അദ്ദേഹത്തോട് സംസാരിക്കുന്ന പോലെ തോന്നി. അദ്ദേഹത്തോട് ഒരു ദൈവശബ്ദം ദൈവം കേൾപ്പിച്ചു, ഞാൻ നിന്നെ തകർക്കുന്നവനല്ല, ഞാൻ നിന്നെ പണിയുന്നവനാണ്. ആ വാക്ക് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു, ബലം കൊടുത്തു. ഏകദേശം വീണ്ടും 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഒരു കാലത്ത് വർക്ക് ചെയ്തിരുന്ന ഒരു മനുഷ്യൻ ഒരു കമ്പനിയിൽ, ഒരു രാജ്യത്ത്, ഒരു യൂറോപ്യൻ രാജ്യത്ത് ഒരു കമ്പനിയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നു. അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് സാർ, ഞങ്ങളുടെ കമ്പനിക്ക് ഇങ്ങനൊരു ടാർഗറ്റ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പലരെയും നോക്കി. അപ്പോൾ സാർ ഈ കാര്യം ഇപ്പോൾ പുതുതായി ആരംഭിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. എനിക്ക് സാറിനെ അറിയാവുന്ന ഡയറക്ടർ ഞാൻ വിളിച്ചത്, ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഇന്ന സാധനങ്ങൾ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയുമോ? ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു. പ്രിയപ്പെട്ടവരെ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വേദപുസ്തകത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, 9 മാസം കൊണ്ട് 500 ചില്ലുവാനം കോടി രൂപ കടമുണ്ടായിരുന്നവൻ്റെ കടത്തെ എൻ്റെ ദൈവത്തിന് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്താ കാര്യം? എല്ലാ വഴിയും അടഞ്ഞിരിക്കുന്നവന്റെ മുമ്പിൽ ദൈവമായിട്ട് തുറക്കുന്നൊരു വഴിയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിലും അതുപോലൊരു വാതിൽ ദൈവം തുറക്കുമെന്ന്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഈ സഭയ്ക്ക് എൻ്റെ അപ്പൻ്റെ വയസ്സിനേക്കാൾ പ്രായം ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹല്ലേലൂയ അത്ര പവർഫുൾ ആയിരിക്കണം. ആമേൻ. ശ്രമിക്കണം. അപ്പനും അമ്മയും ഒക്കെ ആ കടുത്ത വ്യാധിയിൽ ജീവശവങ്ങളായി മാറിപ്പോകുമ്പോൾ ചെറുപ്രായക്കാരായ ഈ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടുപോയി. അതിനകത്ത് നിന്ന് പതിയെ കരകയറി വരിക. കരകയറി വരുന്ന സമയത്ത് ആ 2 പെൺകുട്ടികൾക്ക് ആശ്രയിക്കാൻ ആകെയുള്ള ലാസർ എന്ന ഇളയ സഹോദരന്റെ ശരീരത്തിലും രോഗം കടന്നു കയറി. ഒരുപക്ഷെങ്കിൽ ഒരു കാലത്ത് വെളിപ്പെട്ട വ്യാധി ആ കുടുംബത്തെ നശിപ്പിച്ചപ്പോൾ ആ ചെറിയ പ്രായത്തിലെ പെൺകുട്ടികൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ഇനി ഇതുപോലൊരു രോഗം, മരണകരമായ രോഗം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. പക്ഷെ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് വിരോധമായി ഒരു കാര്യം സംഭവിച്ചു.
സംഭവിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്ക്, അതിനകത്ത് ദൈവത്തിന് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. പ്രാർത്ഥിക്കാതെ ചിലപ്പോൾ ചിലത് സംഭവിച്ചേക്കാം. പ്രാർത്ഥിക്കാത്തവന്റെ ജീവിതത്തിൽ ചിലതുണ്ടായേക്കാം. പ്രാർത്ഥിക്കാത്തത് നിമിത്തം ചിലത് സംഭവിക്കാം. പക്ഷെ പ്രാർത്ഥിച്ചിട്ടും ദോഷകരമായി ചിലത് സംഭവിക്കാൻ തുടങ്ങുന്നെങ്കിൽ നെഞ്ചത്ത് കരം വെച്ച് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എന്റെ ദൈവത്തിന് ആ വിഷയത്തെ കുറിച്ച് എന്തോ ഒരു പദ്ധതിയുണ്ട്. മോശയുടെ വീട്ടിലേക്ക് നിങ്ങൾ നോക്കിക്കേ. മോശയുടെ അമ്മയപ്പന്മാർ രാജ്യത്തൊരു നിയമം വെളിപ്പെട്ടപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ നിയമം? ആൺകുട്ടികളാണെങ്കിൽ നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നുകളയണം. പെൺകുട്ടികളാണെങ്കിൽ ജീവനോട് സേവിക്കാം, അല്ലെങ്കിൽ അവരെ സേവ് ചെയ്യാം, മാറ്റിവെക്കാം, കൊല്ലാതെ സൂക്ഷിക്കാം. അപ്പോൾ ഭാര്യയുടെ ഉദരത്തിൽ ഒരു ജീവന്റെ സ്പന്ദനമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ സമയം മുതൽ ആ ഭാര്യ ഭർത്താക്കന്മാർ വയറ്റിലോട്ട് കൈവച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, സർവശക്തനെ, എന്റെ ഭാര്യയുടെ വയറ്റിനകത്ത് പിറന്നിരിക്കുന്നത് ഒരാൺകുട്ടിയാകരുത്, അതൊരു പെൺകുട്ടിയാകണം. ആൺകുട്ടിയാണെങ്കിൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതെല്ലാം അസ്തമിക്കുമാറ് ഈ കുഞ്ഞിനെ നൈൽ നദിയിലേക്ക് ഞങ്ങൾ എറിഞ്ഞു കളയേണ്ടി വരും. അങ്ങനെ ഇരിക്കെ ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അവർ 9 മാസം പ്രാർത്ഥിച്ചു. പിറന്നു വീഴുന്ന കുഞ്ഞ് പിറക്കാൻ തുടങ്ങുമ്പോഴും ഇന്നത്തെ പോലെ അത്യാധുനിക ടെക്നോളജികൾ ഇല്ലാത്തത് കൊണ്ട് ജനിച്ചാലേ കുഞ്ഞാണാണോ പെണ്ണാണോ എന്നറിയാൻ കഴിയത്തുള്ളൂ. ആ കുഞ്ഞിനെ കയ്യിലേക്ക് എടുക്കുന്നത് വരെ അവർ വിശ്വസിച്ചു കാണും ഇതൊരു പെൺകുട്ടിയായിരിക്കും. കാരണം എല്ലാ ദിവസവും എല്ലാ മണിക്കൂറുകളും ഈ കുഞ്ഞ് ഒരു പെൺകുട്ടിയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതാണ്. എന്നാൽ അവിടെ പ്രാർത്ഥനയ്ക്ക് ഘടകവിരുദ്ധമായി അതൊരാൺകുട്ടിയായി പിറന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലല്ലോ, നിങ്ങളുടെ കണ്ണുനീര് ദൈവം കണ്ടില്ലല്ലോ, നിങ്ങളുടെ അഭയയാചന ദൈവം അംഗീകരിച്ചില്ലല്ലോ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന് പറഞ്ഞ് സകലരും അവസാനിപ്പിച്ച കുഞ്ഞ് കാലഘട്ടത്തിന്റെ ഗതിവിഗതികളെ തിരിച്ചെടുക്കുന്ന ഒരു ചരിത്ര പുരുഷനായി മാറിയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ ദൈവസഭയോട് പറയുന്നു, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥനയ്ക്ക് വിരോധമായി ഒരു കാര്യം സംഭവിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു മഹാപദ്ധതിയുണ്ട്. ഇന്ന് രാത്രിയിലും ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവിക നിയോഗങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. ദൈവ പദ്ധതികൾ ചെടിയൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, വാക്യം ആരും എടുക്കണ്ട, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി. ലൂക്കോസ് വിശേഷം 10-ാം അധ്യായം 38-ാം വാക്യം വായിക്കുമ്പോൾ ഏതോ ഒരു യോഗത്തിൽ മാർത്ത എന്ന മൂത്ത സഹോദരി യേശുവിനെ കണ്ടു. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഓക്കേ, മാർത്ത യേശുവിനെ കണ്ടു. യേശുവിനെ അവൾ അടുത്തറിഞ്ഞു. നമുക്കറിയാം, യഹൂദന്മാരെ സംബന്ധിച്ച് അവർ
her home to him. അവന് വേണ്ടി വീട് തുറന്നു കൊടുത്തു എന്നാണ് വായിക്കുന്നത്. യേശുവിനെ ആ വീട്ടിലേക്ക് അവൾ കൈക്കൊണ്ടു. സമൃദ്ധിയുള്ള വീടല്ല, ഒരു വ്യാധി തകർത്തു അടുത്തൊന്നിനെ നോട്ടം വച്ചിരിക്കുന്ന ആ വീട്ടിനകത്തേക്ക് എന്റെ യേശുവിനെ അവൾ സ്വീകരിച്ചു. മാർത്ത ജീവിതത്തിൽ എടുത്ത എല്ലാം നല്ല തീരുമാനങ്ങളാണ് എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും അപ്പോൾ അവൾ എടുത്ത തീരുമാനം, അവൾ എടുത്തതിൽ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാം, ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ മറ്റാരോടും അനുവാദം ചോദിക്കാതെ ക്രിസ്തുവിന് വേണ്ടി ജീവിതം തുറന്നു കൊടുക്കാൻ ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ അതാണ് അവൻ എടുക്കുന്ന ഏറ്റവും മനോഹരവും ശ്രേഷ്ഠവും അനുഗ്രഹകരവുമായ തീരുമാനം. ആ വീട്ടിലേക്ക് യേശുവിനെ അവൾ കൈക്കൊണ്ടു. ആ വീട്ടിൽ എൻ്റെ യേശു കയറി വരിക. നമുക്കറിയാം, യേശുവിൻ്റെ വരവ് തനിച്ചല്ല, യേശുവിനോടൊപ്പം ഒത്തിരി പേരുണ്ട്. കാരണം അന്നത്തെ കാലത്ത് 400 വർഷമായി ദൈവശബ്ദങ്ങളൊന്നും കേൾക്കാത്ത, ദൈവശബ്ദങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ആ കാലത്ത്, ആ ഇടത്ത് യേശുവിൻ്റെ വാക്കുകളും യേശുവിൻ്റെ പ്രവൃത്തികളും വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാക്കി. അതുകൊണ്ട് അവരെല്ലാവരും തന്നെ യേശുവിൻ്റെ പുറകെ സഞ്ചരിക്കുകയാണ്. ആ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ഭാവനയിൽ ഞാൻ ഇങ്ങനെ കാണുന്നു, യേശുവിന്റെ വരവറിഞ്ഞതും ആ വീട്ടിലെ ലാസർ എന്ന ചെറുപ്പക്കാരൻ പുറകിലത്തെ വാതിൽ വരി രക്ഷപ്പെട്ടു. കാരണം യേശു ആദ്യം വരുമ്പോൾ അവനെ അവിടെ കാണുന്നില്ല. 2, മാർത്ത കിച്ചണിനകത്തോട്ട് പോയി. വന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന ചിന്തയിൽ. മറിയ എന്ന് പറയുന്ന ഒരു സഹോദരി യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നു. യേശുവിന്റെ പ്രസംഗങ്ങൾ അവൾ ശ്രദ്ധിച്ചു കേൾക്കുന്നു. യേശുവിന്റെ ഉപദേശങ്ങൾ അവൾ നന്നായി ഗ്രഹിക്കുന്നു. യേശു പറയുന്നത് ആണ്ടുവിട മാറാതെ അവൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ശ്രദ്ധിച്ചേ, യേശു എന്താ പറയുന്നേ? യേശു എന്താ പ്രവർത്തിക്കുന്നേ? യേശു എന്താണ് ഉപദേശിക്കുന്നത്? എല്ലാം അവൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. പക്ഷെ എന്റെ ചോദ്യം, മാർത്ത അപ്പോൾ മാനസാന്തരപ്പെട്ടുവോ? ഏതോ ഒരു പ്രസംഗത്തിൽ മാർത്ത ദൈവത്തെ കണ്ടു, കർത്താവിന് വേണ്ടി വീട് തുറന്നു കൊടുത്തു. മറിയ യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് നമ്മളുടെ ആവശ്യം തെരഞ്ഞെടുത്തു എന്ന് കർത്താവ് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, പ്രസംഗം കേൾക്കുകയും കൈയടിക്കുകയും ഹല്ലേലൂയ പറയുകയും ആരും ഇല്ലാത്തപ്പോഴും ഒറ്റയ്ക്ക് യേശുവിന് വേണ്ടി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആ പെൺകുട്ടി വാസ്തവത്തിൽ മാനസാന്തരപ്പെട്ടോ ആ ഭവനത്തിലെ ശുശ്രൂഷയിൽ? ഇതാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആ ചോദ്യം നിലനിൽക്കട്ടെ. ശ്രദ്ധിക്കണം. കുറെ കഴിഞ്ഞപ്പോ അടുക്കളയിൽ നിന്നുകൊണ്ടൊരു ശബ്ദം, ഗുരുവേ, നീ അവളെ ഞങ്ങളുടെ അടുത്തോട്ട് ഒന്ന് അയക്കണം. നിങ്ങൾക്കറിയാമോ,
ജീവന്റെ ശുശ്രൂഷയുടെ യാത്രയിൽ മറ്റു ചില പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും യാത്ര ചെയ്യുന്നു. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ദൂതൻ വഴി യേശുവിനെ അറിയിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്ന ബേഥാന്യയിലെ ആ വീട്ടിൽ ലാസർ എന്ന ചെറുപ്പക്കാരൻ ദീനമായി കിടക്കുന്നു. ആ സഹോദരിമാരുടെ മുഖത്ത് നിങ്ങൾ നോക്കിയാൽ അന്താളിപ്പുണ്ട്, ഭയമുണ്ട്. കാരണം ഒരിക്കലൊരു വ്യാധിയായിരിക്കാം അമ്മയപ്പന്മാരെ ആ സഹോദരിമാരിൽ നിന്ന് വേർപെടുത്തിയത്. അതുപോലൊരു രോഗം വീണ്ടും ആവർത്തിക്കപ്പെട്ടു വന്ന് തന്റെ കൂടപ്പുറപ്പ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ താങ്ങാൻ കഴിയാത്ത വേദന ആ സ്ത്രീകൾക്ക്, ആ പെൺകുട്ടികൾക്കുണ്ടാവും. അവർ നോക്കി, ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ വൈദ്യന്മാരെക്കാൾ, ഞങ്ങൾക്ക് ചെന്നെത്താൻ മനുഷ്യരെക്കാൾ ഏറ്റവും നല്ലത്, ഞങ്ങൾക്ക് ചെന്ന് കാണാൻ പറ്റുന്നത്, ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നത് ഒരേ ഒരു വ്യക്തിയാണ്, നസ്രായനായ യേശു. അതുകൊണ്ട് അവർ ചിലരെ അറിയിച്ചു, യേശുവിനോട് എത്രയും വേഗം ഞങ്ങളുടെ ഭവനം വരെ വരണമെന്ന് ആവശ്യപ്പെടാനായി അറിയിച്ചു. കർത്താവ് ഒരിക്കൽ അന്വേഷിച്ചു വന്നപ്പോൾ യേശുവിന് വേണ്ടി സമയം ചെലവഴിക്കാത്തവന് വേണ്ടി കർത്താവും കുറച്ച് വൈകിയേ പ്രവർത്തിക്കുകയുള്ളൂ. ചില ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, കർത്താവ് ചെയ്തോളൂ എന്നാണ്. നിന്റെ മനോഭാവം എങ്ങനെയോ അങ്ങനെ മാത്രമേ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കൂ. നീ അടുത്ത് ചെന്നാൽ ദൈവം അടുത്തു വരും. നീ വിതയ്ക്കുന്നതേ കൊയ്യാൻ കഴിയൂ. നീ എന്താണ് ചെയ്യുന്നത് അത് മാത്രമേ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയുകയുള്ളൂ. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, നാമധേയ ക്രൈസ്തവരെ പോലെ നാം ഒരു കടമയ്ക്ക് വേണ്ടി ആലയത്തിൽ വന്നിരുന്ന് ഒരു പ്രസംഗം കേട്ട് സന്തോഷത്തോടെ കടന്നുപോയത് കൊണ്ട് ജീവിതത്തിനകത്ത് നന്മ പ്രാപിക്കാൻ കഴിയില്ല. 24 മണിക്കൂറും സാത്താന്യ സൈന്യം ദൈവമക്കളുടെ അനുഗ്രഹത്തെ തടഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് സ്തോത്രം ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരുന്നു. 21-ാം ദിവസം സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രധാന ദൂതനായ മീഖായേൽ ഇറങ്ങി വന്ന് പടവെട്ടിയാണ് ആ നന്മ കരങ്ങളിൽ ലഭ്യമായതെങ്കിൽ ഈ തലമുറയോട് ഞാൻ പറയുന്നു, നിനക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വേണമോ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ സേവിച്ചേ മതിയാകും. ഇല്ലാത്ത പക്ഷം ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിച്ച് ചീർത്തു പോകാം എന്നല്ലാതെ അതിന്റെ പിന്നിൽ നമുക്കൊന്നും നേടിയെടുക്കാനായിട്ട് കഴിയുകയില്ല. 1-ാം തവണ അറിയിച്ചു, 2-ാം തവണ അറിയിച്ചു, പിന്നെ മരണവാർത്ത അറിയിച്ചു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി പ്രതികരിക്കുന്നില്ലെങ്കിൽ അത് പരാജയമെന്നല്ല, അത് നാശത്തിനെ കലാശിക്കും. ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാൽ കർത്താവ് ആ വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ, മലയാള സിനിമയിൽ മുൻനിരയിൽ നിന്ന് അഭിനയിക്കുന്ന, ഇന്നും തിളങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഏകദേശം 10-12 വർഷങ്ങളായി ആ കുടുംബവുമായി ഒരു നല്ല ബന്ധം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അവരുടെ അമ്മയപ്പന്മാർ തികഞ്ഞ ദൈവ വിശ്വാസികളാണ്. ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു അനുഗ്രഹീത കുടുംബം. ഒരു ദിവസം ആ ഭവനത്തിൽ നടത്തിയ ഒരു പ്രാർത്ഥനയിൽ ആ പെൺകുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററേ, എനിക്ക് ബൈബിൾ ഇഷ്ടമാണ്, യേശുവിനെ
മനുഷ്യനും ഇന്ന് വരെ നിന്നിട്ടില്ല. അതുകൊണ്ട് ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നില്ലെങ്കിൽ, യേശു നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നില്ലെങ്കിൽ, അത് പരാജയത്തിലേക്ക് കലാശിക്കൂ. അതാണ് ലാസറിന്റെ വീട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ 4 ദിവസം കഴിഞ്ഞു യേശു അവിടേക്ക് വന്നു. നമുക്കറിയാം 4 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ശരീരം അഴുകി തുടങ്ങും, വയറ് വീർത്ത് പൊട്ടും, നഖങ്ങൾ ഇളകി തുടങ്ങും. അങ്ങനെ പല മാറ്റങ്ങൾ ശരീരത്തിനകത്ത് ഉണ്ടായി തുടങ്ങും. അസ്ഥി ബന്ധം വിടാൻ തുടങ്ങും, പല കാര്യങ്ങൾ നടക്കും. വൈറസുകൾ അകത്ത് വളരെ വേഗത്തിൽ പെറ്റുപെരുകും, ശരീരം അഴുകി തുടങ്ങും. അത് പെട്ടെന്ന് തന്നെ വേർപെടാനായിട്ട് ആരംഭിക്കും, രക്തം കട്ട പിടിച്ചു പോയി. അങ്ങനെയുള്ള വല്ലാത്ത സാഹചര്യത്തിനകത്ത് യേശു അവിടെ വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അവനെ വെച്ചത് വിട്. കാട്ടിക്കൊടുക്കുമ്പോൾ കല്ല് മാറ്റുവാൻ, വായ്ക്കലിരിക്കുന്ന കല്ല് നീക്കുവാൻ കർത്താവ് പറയുമ്പോൾ അവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, വേണ്ട, നാറ്റം വെച്ചുപോയി, ചെയ്യണ്ട. എന്നാൽ യേശു കർത്താവ് ആ കല്ലറയെ നോക്കി വിളിച്ചു പറയുന്നു, ലാസറേ, നീ പുറത്തു വരിക. നമുക്കറിയാം, യഹൂദന്റെ ഒരു കല്ലറയിൽ ഒന്നിലധികം വ്യക്തികളുണ്ട്. കുടുംബ കല്ലറകൾക്കകത്ത് കുറഞ്ഞത് 8 പേരെ വെക്കാൻ പറ്റും. അതിനകത്ത് പലരും ഉണ്ടായിരിക്കും. ആ കല്ലറയ്ക്കകത്ത് അകപ്പെട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു കാണും, നിനക്ക് മുമ്പേ അകപ്പെട്ടവരെ പോലെ നീയുമായല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ വിശുദ്ധ ബൈബിൾ നിങ്ങൾ വായിച്ചു നോക്ക്, ഈ പ്രശ്നം മൂർച്ഛിക്കുന്നതിന് മുമ്പേ ബുദ്ധിമതിയായ തന്റെ സഹോദരി യേശുവിനെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചു. യേശുവുമായി ബന്ധമുണ്ടാക്കി. ക്രിസ്തു കാലുവെച്ച ഭവനമാണ്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ക്രിസ്തുവുമായൊരു ബന്ധം നിനക്ക് ആത്മാർത്ഥമായി ഉണ്ടെങ്കിൽ, നീ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും നിന്നെ അതിനകത്തുനിന്ന് വിടുവിക്കാൻ എന്റെ ദൈവ ശക്തനാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നിങ്ങളത് വിശ്വസിക്ക്, സർവശക്തനായ ദൈവത്തിന് നിങ്ങളെ വിടുവിപ്പാനായിട്ട് കഴിയും. തിരുവനന്തപുരം പട്ടണത്തിൽ 4 മക്കൾ ഒരമ്മയെ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കി. അമ്മയുടെ 2 മക്കൾ എമിഗ്രേഷൻ ഓഫീസേഴ്സ് ആണ്. 2 മക്കൾ. മറ്റ് 2 മക്കൾ അഡ്വക്കേറ്റുമാരാണ്. സേലം എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ജനിച്ചെങ്കിലും മലയാളികളാണ്. അവർ തിരിച്ച് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ അടുക്കൽ അവർ താമസിക്കുകയായിരുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ മുറുകെ പിടിച്ച് ആരാധിക്കുന്ന ഒരു കുടുംബം. ഒരു ദിവസം ആ മക്കളിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പാൻക്രിയാസിന്റെ ബോർഡർ ലൈനിൽ ക്യാൻസർ എന്ന വ്യാധി ആ അമ്മയെ പിടിച്ചിരിക്കുന്നു. നല്ല ആരോഗ്യവതിയായ ആ പ്രിയപ്പെട്ടവൾ അസ്ഥിക്കോലമായി ആ കിടക്കയിൽ കിടക്കുന്നു. പക്ഷെ മക്കൾ കണ്ണിലുണ്ണി പോലെ ആ അമ്മയെ നോക്കുക, ഒന്നിനും കുറവില്ലാതെ. ചില ദിവസങ്ങൾ അവിടെ ചില പ്രാർത്ഥനകൾ ക്രമീകരിച്ചു. അവസാനം അവർ പറഞ്ഞു, അമ്മയുടെ അവസാനത്തെ ആഗ്രഹം സേലത്തേക്ക് തന്നെ കൊണ്ടുപോകണം എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്, പാസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ടേക്ക് അയച്ചു. കൊണ്ടുപോകുന്ന സമയത്തിന് അവിടെ ഇളയ മകൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, യേശു ഞങ്ങളെ കൈവിടില്ല എന്ന്. ഏകദേശം 3-4 വർഷം കഴിഞ്ഞ് എനിക്ക് വീണ്ടും ആ പ്രിയപ്പെട്ടവരെ അവരായിരിക്കുന്നിടത്ത് വെച്ച് കണ്ടുമുട്ടാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. അമ്മയുടെ വിശേഷം
സൗഖ്യമാക്കുന്ന ദൈവം. നേരം പുലരാൻ 2-3 മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പുലർന്നു കഴിഞ്ഞപ്പോൾ മക്കളോട് പറഞ്ഞു, വിശക്കുന്നു, ഭക്ഷണം വേണം. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന കുടുംബമായതുകൊണ്ട് ബന്ധുമിത്രാദികൾ പറഞ്ഞു, ഭക്ഷണം ചോദിക്കുന്നത് കഴിച്ചിട്ട് മരിക്കാനായിരിക്കും, വേഗം ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ആ പ്രിയപ്പെട്ടവളെ ദൈവം സൗഖ്യമാക്കി. ഇന്ന് രാത്രി ദൈവസഭയോട് ഞാൻ പറയുന്നു, നീ വിശ്വസിക്കാൻ തയ്യാറെങ്കിൽ നീ ചിന്തിക്കാത്ത വാതിൽ തുറന്ന് നിന്നെ വഴി നടത്താൻ ദൈവം വിശ്വസ്തനാണ്. ഏതോ ഒരു പ്രസംഗത്തിൽ മാർത്ത മാനസാന്തരപ്പെട്ടു. മരണകരമായ രോഗത്ത് നിന്ന് പുറത്തു വന്നതോടുകൂടി ലാസറും ദൈവപക്ഷത്തായി. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്ക്. വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു, ആ സഹോദരൻ പിന്നത്തേതിൽ യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്നു, യേശുവിനോടൊപ്പം പന്തിക്കിരിക്കുന്നു, യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്നു, യേശുവിനോടൊപ്പം സകലതും ചെയ്ത് ജീവിക്കുകയാണ്. അതിനകത്തുനിന്നൊരു കാര്യം മനസ്സിലായി. സൗഖ്യം പ്രാപിച്ചതോടെ അവൻ കർത്താവിന്റെ പക്ഷക്കാരനായി മാറി. നമുക്കറിയാം, ബൈബിളിൽ പലരെയും കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ പിന്നത്തേതിൽ വചനത്തിനകത്ത് വായിക്കുന്നു, അവനെ ആലയത്തിൽ വെച്ച് കണ്ടു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇവനെയും കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞപ്പോ ഇവൻ യേശുവിന്റെ കൂടെ സഞ്ചരിക്കുന്നു. അവനും ഒരു വലിയ മാറ്റമുണ്ടായി. എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചേ? ആ വീട്ടിൽ ദുരൂഹതകളോടെ വ്യക്തമായ മറുപടി പറയാൻ കഴിയാതെ അവശേഷിക്കുന്ന ഒരു വ്യക്തിയാണ് മറിയ. നമുക്കറിയാം, യഹൂദന്മാരുടെ ഇടയിൽ വളരെ കോമൺ ആയി കേൾക്കുന്ന ഒരു പേരാണ് മറിയ. എബ്രായ ഭാഷയിൽ മിരിയാം എന്നും ഗ്രീക്ക് ഭാഷയിൽ മറിയ എന്നും ഒക്കെ വിളിക്കുന്ന വിളിപ്പേരുള്ള ആ പദം, ആ പെൺകുട്ടിക്ക് ഒരു മാറ്റമുണ്ടായോ? നിങ്ങൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ബൈബിളിൽ മർക്കോസ് വിശേഷം 14-ാം അധ്യായം, മർക്കോസ് വിശേഷം 14-ാം അധ്യായം, അതിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ശ്രദ്ധിച്ചേ. പെസഹയ്ക്ക് 6 ദിവസം മുൻപ് യേശു ബഥാനിയിൽ വന്നു. ഇനി പെസഹയ്ക്ക് 2 ദിവസമേ ഉള്ളൂ. 4 ദിവസം കഴിഞ്ഞു. 2 ദിവസം. 3-ാം വാക്യം വായിച്ചേ. 14-ാം അധ്യായം
യേശു സൗഖ്യമാക്കി എന്ന് പറയാനാണ് കുഷ്ഠരോഗിയായ ശിമോൻ അവിടെ ഒരു പന്തി ഭോജനം തയ്യാറാക്കിയത്. ആ വീട്ടിൽ മരണത്തിന്റെ അപ്പുറം കല്ലറയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യനെ വിടുവിച്ച വിവരവും പറയാൻ ലാസർ എന്ന വ്യക്തിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യം പ്രാപിച്ച അനവധി നിരവധി വ്യക്തികൾ ആ വീട്ടിനകത്തിരിപ്പുണ്ട്. അവരുടെ നടുവിലേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ വെങ്കൽ ഭരണി സ്തോത്രം തൈലവുമായി അവിടേക്ക് വന്നു. നിങ്ങളിലേറെ പേരും തമിഴ് ബൈബിൾ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവരാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. മലയാള ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വച്ഛം എന്ന് പറഞ്ഞാൽ പ്യൂർ, ജഡമാംസി എന്ന് പറഞ്ഞാൽ തൈലത്തിന്റെ പേര്. പ്യുവറായ 100% വെർജിനായ ഒരു തൈലമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് അവിടെ മാത്രമല്ല, ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് അത് വാങ്ങുവാനായിട്ട് കഴിയും. വെറും 10 ml നിങ്ങൾ വാങ്ങുവാൻ ശ്രമിച്ചാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം, ഏറെക്കുറെ 3.25 ലക്ഷത്തോളം രൂപ വില വരുന്ന തൈലമാണ് ഈ സ്വച്ഛ ജഡമാംസി തൈലമെന്ന് വിശുദ്ധ ബൈബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ തൈലം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് ഇത്രയും വിലയുണ്ടാകാനായിട്ട് കാരണം? ഒന്ന്, അതിന്റെ ലഭ്യത കുറവ്. 2, അതിന്റെ ഉപയോഗം. എന്തിനാണെന്നറിയാമോ? രാജാക്കന്മാരുടെ അരമനകളിലും പ്രഭുക്കന്മാരുടെ അന്തഃപുരത്തിലും വേശ്യാമാരുടെ സഞ്ചിക്കകത്തും മാത്രമേ ഈ തൈലം കാണുകയുള്ളൂ. ഹ്യൂമൻ ബോഡിയെ സെക്ഷുവൽ ആക്ഷന് വേണ്ടി ക്വിക്കായി പ്രിപ്പയർ ചെയ്യുക എന്ന ഏക ദൗത്യമാണ് ആ തൈലത്തിനുള്ളത്. അങ്ങനെയെങ്കിൽ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഇരിക്കുന്ന തൈലത്തെ കുറിച്ച് വിശകലനങ്ങൾ പറയുമ്പോൾ യൂദ പറയുന്നുണ്ട് 300 വെള്ളിക്കാശിന് അത് വിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റി കണക്ക് കൂട്ടിയാൽ ഏറെക്കുറെ 14 തലമുറകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് അത്രയും ക്വാണ്ടിറ്റി അവളുടെ കയ്യിലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്ത്രീ ആരാണ്? ശീമോൻ ആ സ്ത്രീയെ നോക്കി പറയുന്നു, യേശു കർത്താവ് ഇവൾ ആരെന്നറിഞ്ഞിരുന്നെങ്കിൽ തന്നെ തൊടാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. മറ്റൊരു സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, പട്ടണത്തിൽ പാപിയായ സ്ത്രീ എന്ന്. അങ്ങനെയെങ്കിൽ ഈ തൈലവും ആ പെൺകുട്ടിയെയും ഒക്കെ ചേർത്ത് വെച്ച് വായിച്ചാൽ വ്യഭിചാര കർമ്മം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ എന്ന് നമുക്ക് ബോധ്യമായി വരുന്നുണ്ട്. ഇനി നമുക്കറിയണം ഇതാരാണ്. വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 11:1.
പറഞ്ഞത് നീ നല്ല അംശം തെരഞ്ഞെടുത്തു എന്ന, അല്ലാതെ നിന്റെ പാപം മോചിച്ചു എന്നല്ല. പാപമോചനം നടന്നത്, രക്ഷിപ്പ് നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ പെസഹയ്ക്ക് വെറും 2 ദിവസം ബാക്കിയുള്ളപ്പോഴാണ്. ഇനി നിങ്ങൾ പറ, എന്തിന് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് ബേഥാനിയിലെത്തി? യെരൂശലേമിൽ പോകരുതോ? ബെത്സയിദയിൽ പോകാൻ പാടില്ലായോ? കപർനാഹൂമിൽ ഇരുന്നുകൂടായോ? ചെയ്യാം. പക്ഷേ ആ ബേഥാനിയിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും പാപത്തെ വിട്ടുവിടാൻ കഴിയാതെ, പാപത്തെ ഉപേക്ഷിക്കാൻ കഴിയാതെ ഇരിക്കുന്നൊരു സ്ത്രീയുണ്ട്. അവൾ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം കേൾക്കുമ്പോഴും അവളുടെ മുറിക്കകത്ത്, അറയ്ക്കകത്ത് ഈ തൈലം ഭദ്രമായി വെച്ചിട്ടുണ്ട്. ലാസർ എന്ന ചെറുപ്പക്കാരൻ ആ വീട്ടിനകത്ത് മരിച്ചു കിടക്കുമ്പോഴും ആ വീട്ടിനകത്ത് ഈ തൈലം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ പെസഹയ്ക്ക് വെറും 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ആ തൈലം അവൾ പൊട്ടിച്ച് യേശുവിന്റെ കാൽക്കൽ ഒഴിച്ചിട്ട് ഇനി എനിക്ക് പാപ ജീവിതം വേണ്ട എന്നൊരു തീരുമാനമെടുത്തത്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഒത്തിരി കാലങ്ങളായി രക്ഷിക്കപ്പെട്ട്, ഒത്തിരി കാലങ്ങളായി ദൈവത്തെ ആരാധിക്കുന്ന, കൃപാവരങ്ങളിൽ നിൽക്കുന്ന, ശുശ്രൂഷകളിൽ നിൽക്കുന്ന പലരോട് ഞാൻ പറയുന്നു, രഹസ്യമായി കൊണ്ടു നടക്കുന്ന പാപത്തിന്റെ ഭണ്ഡാരങ്ങള് ഇന്നു രാത്രി ദൈവത്തിന് മുമ്പിൽ പൊട്ടിച്ച് കളയുന്നില്ലെങ്കിൽ നാം നിത്യത അവകാശമാക്കയില്ല. ഇന്ന് രാത്രി രഹസ്യ പാപങ്ങളെ ദൈവം കാണുന്നു. എല്ലാവരും ചോദിക്കുന്നു, യേശു സ്നേഹിച്ച വീട്ടിൽ എന്താ മരണം? യേശു വരുന്ന വീട്ടിൽ എന്താ ഈ അനർത്ഥം ഉണ്ടായത്? പുറം ലോകത്തിന് അറിയില്ല. എന്റെ യേശു ഒരുവനെ പരസ്യക്കോലമാക്കുന്ന ദൈവമല്ല. യേശുവിന് വേണമെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ മറിയയുടെ മുഖത്ത് നോക്കി പറയാമായിരുന്നു, നിന്റെ കിടക്കറയിൽ മാറ്റിവെച്ചിരിക്കുന്ന തൈലം കൊണ്ടുപോ എന്ന് കർത്താവിന് പറയാമായിരുന്നു. അവനൊരു പ്രവാചകനാണ് തെളിയിക്കാമായിരുന്നു. എന്റെ യേശു തല്ലി പഴിപ്പിക്കുന്ന സ്വഭാവം എന്റെ യേശുവിനില്ല. പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും കണ്ണുരുട്ടി കാണിച്ചും കയ്യും കാലും ഒടിക്കുമെന്ന് പറഞ്ഞൊന്നും യേശു ആരെയും സ്വർഗത്ത് കൊണ്ടുപോവില്ല. നിന്നെ ഉപദേശിക്കും, ശരിയായ വഴി നീ തെരഞ്ഞെടുക്കണം, നല്ലത് തെരഞ്ഞെടുത്താൽ. അതുകൊണ്ട് ആവർത്തന പുസ്തകത്തിൽ അനുഗ്രഹവും ശാപവും മുന്നിൽ വെച്ചിട്ട് യേശു പറഞ്ഞത്, ഇത് അനുസരിച്ചാൽ ഞാൻ ഇത് തരാം, ഇത് നീ വിട്ടാൽ ഇതായിരിക്കും എന്റെ ഫലം. തെരഞ്ഞെടുപ്പ് നിങ്ങളുടേത്, തെരഞ്ഞെടുപ്പ് എന്റേത്, തെരഞ്ഞെടുപ്പ് നമ്മുടേത്. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എല്ലാ ഞായറാഴ്ചയും കേൾക്കുന്ന പോലെ ഒരു പ്രസംഗമാണ് എന്ന് നിങ്ങൾ ഇതിനെ വിലയിരുത്താതെ ശേഷിക്കുന്ന സമയം ദൈവസന്നിധിയിൽ ഒന്ന് തീരുമാനമെടുക്കണം. കർത്താവേ,
കോടി രൂപയ്ക്ക് പല ആണ്ടുകൾക്ക് പുറകിൽ വാങ്ങിയ 2 ഫ്ലാറ്റുകളുണ്ട്. അതുപോലെ തന്നെ അനേക കടമുറികൾ മുംബൈയിൽ അദ്ദേഹം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ അതിനകത്തു നിന്ന് അദ്ദേഹത്തിന് വരുമാനം വരുന്നുണ്ട്. അദ്ദേഹത്തിന് 2 ആൺമക്കളാണ്. 2 ആൺമക്കളെയും ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് അവർ രണ്ടുപേരും ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തെ ഉപദേശിച്ചു, ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണം. അദ്ദേഹം പറഞ്ഞു, നോ, എന്തൊക്കെ വന്നാലും മരിക്കുന്നത് വരെ ഞാൻ ഇത് വിട്ടു മാറുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിനകത്ത് ചിലതൊക്കെ ചിലർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ചില കാര്യങ്ങളൊക്കെ ചിലർ ചെയ്ത് ആരംഭിച്ചു കഴിഞ്ഞാൽ, ചിലതിൽ നിന്നൊക്കെ വിട്ടുമാറാൻ ചിലർക്ക് വലിയ പ്രയാസമാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, തിരുവെടുത്തിന്റെ മുമ്പിൽ ഇന്നലകളെ താൻ ഒരിക്കാതെ, പാപത്തിന്റെ സുഖങ്ങളിൽ നുകർന്ന് ജീവിക്കാതെ, ഇന്ന് രാത്രി നീ ദൈവത്തോട് പറ, കർത്താവേ, നിന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കാൻ ഞാൻ തയ്യാറാണ്. നിന്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാണ്. ആ മുടിയനായ പുത്രന്റെ മടങ്ങി വരവിന് വേണ്ടി 2 കരങ്ങളും നീട്ടി കാത്തിരിക്കുന്ന നമ്മുടെ സർവശക്തനായ ദൈവത്തെ ഇന്ന് രാത്രി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നെങ്കിൽ, ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, ഈ രാത്രിയിലെ യോഗം സ്വർഗം പ്രസാദിച്ച ആരാധനയായി മാറും. നമുക്ക് പലർക്കും കുറവുകളുണ്ട്. ഈ പ്രസംഗിക്കുന്ന ഞാനോ, ഇരുന്ന് കേൾക്കുന്ന നിങ്ങളോ, ഇവിടെയുള്ള ആരും തന്നെ കുറവുകളില്ലാത്തവരല്ല. നമ്മെ പിന്തുടരുന്ന ചില രഹസ്യ പാപങ്ങളുണ്ട്. നമ്മൾ ചിലതിലൊക്കെ വീണ് കിടക്കുകയാണ്. ഇന്ന് രാത്രി അതിനകത്തുനിന്ന് തിരിച്ചു കയറണം. ഈ 1ാമത്തെ രാത്രി ഒരു ശുദ്ധീകരണം നമ്മിൽ നടന്നേ മതിയാകും. ദൈവത്തിന് എന്തെങ്കിലും നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ സഭയോട് പറയുന്നു, നമുക്കൊരു ശുദ്ധീകരണം ഉണ്ടാവണം. ഈ രാത്രി നമ്മുടെ കണ്ണുകളെ അടച്ച്, നമ്മുടെ ഹൃദയങ്ങളെ നാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നാം തുടർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തോട് പറഞ്ഞേ, കർത്താവേ, എൻ്റെ കുറവുകൾ നിന്റെ കരങ്ങളിൽ തരുന്നു. എന്നോട് ഇന്ന് രാത്രി നീ ക്ഷമിക്കണം. ഒരുവൻ പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നെങ്കിൽ അവൻ കള്ളനാണ്, അവൻ അസത്യവാദിയാണ് എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തോട് പറയാമോ, ദൈവമേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ പാപത്തിൽ വീണുപോയി. ഈ രാത്രി എന്നെ ശുദ്ധീകരിക്കണം. ഈ രാത്രി പാപത്തിൽ നിന്ന് കരകയറാൻ എന്നെ ബലപ്പെടുത്തണം. ഇന്ന് രാത്രി നിങ്ങൾക്ക് പറയാൻ പറ്റുന്നെങ്കിൽ, നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവം പകരാനിരിക്കുന്ന അനുഗ്രഹം ദൈവം നിശ്ചയമായി നിങ്ങൾക്ക് പകർന്നു നൽകും. ഞാൻ നിങ്ങളോട് പറയാം, ദൈവിക അനുഗ്രഹം നമുക്ക് വേണമോ, നാം ഒരുങ്ങപ്പെട്ടേ മതിയാകും. ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിയാതെ ഏലിയാവിന്റെ മുമ്പിൽ തീ ഇറങ്ങില്ല. പണിയപ്പെടേണ്ടത് പണിയപ്പെട്ടേ ഓക്കൂ. നീ യാഗം കഴിക്കാൻ യാഗപീഠത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ, നീ കൊണ്ടുവരുന്ന സാധനങ്ങൾ അവിടെ വച്ചിട്ട്, നീ സഹോദരനോട് നിരപ്പ് പ്രാപിച്ചിട്ടേ നീ യാഗം കഴിക്കാവൂ എന്ന് പഠിപ്പിച്ചവനാണ് നമ്മുടെ ദൈവം. ഇന്ന് ഈ രാത്രിയിൽ കുറവുകൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് അവന്റെ പാദപീഠത്തോട് അടുത്തു വരുവാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയൂ. അത് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥിക്കാമോ? നാവുകൾ തുറന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ ശബ്ദങ്ങൾ ഉയരട്ടെ. ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണല്ലോ. എന്നോട് പൊറുക്കണമേ കർത്താവേ. കയറാൻ എനിക്ക് താല്പര്യമുണ്ട്. 38 വർഷമായി കിടക്കുന്നവൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ തന്നെ ചെല്ലുമ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ ഇറങ്ങിക്കഴിയുന്നു. ഇതുപോലെ പലപ്പോഴും തന്നെ ഉയരാൻ നമ്മൾ നോക്കുന്നുണ്ട്, തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, പലപ്പോഴും പറ്റാറില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തോട് പറഞ്ഞേ, എൻ്റെ പാപമുള്ള ശരീരത്തെ, പാപമുള്ള ഹൃദയത്തെ
പഠിച്ചവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ തന്നെ ഇതാ തരുന്നു. എന്നെ നീ പണിയണമേ, എന്നെ നീ പണിയണമേ, എന്നെ നീ പണിയണമേ. എല്ലാ നാവുകളും തുറന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും അതരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചേ. എല്ലാ നാവുകളും ദൈവസന്നിധി സ്തോത്രം പറഞ്ഞേ. വാതിലുകൾ സ്വർഗം തുറക്കട്ടെ, വഴികൾ ദൈവം തുറക്കട്ടെ, പാതകൾ ദൈവം തുറക്കട്ടെ, അത്ഭുതത്തിന്റെ പ്രവർത്തികൾ ദൈവം ചെയ്യട്ടെ, അടയാളങ്ങൾ ദൈവം ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, സഭയ്ക്കകത്ത് ദൈവത്തിന്റെ വലിയ വിടുതലുകളെ പകരാൻ, സഭയ്ക്കകത്ത് ചില മാറ്റങ്ങൾ ഒരുക്കുവാൻ, സഭയ്ക്കകത്ത് ചില ചലനങ്ങൾ ഒരുക്കാൻ എന്റെ ദൈവം ഇന്ന് രാത്രിയിൽ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒറ്റ കാര്യമേ വേണ്ടൂ, നീ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാമോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യത്തെ അനുഭവിപ്പാൻ, ഇന്ന് രാത്രി അവന്റെ മഹനീയതയെ അനുഭവിപ്പാൻ, ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിപ്പാൻ, ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ ഇടപെടലുകൾ അനുഭവിപ്പാൻ ഇടയാകേണ്ടതിനായി ദൈവത്തോട് പറഞ്ഞേ, ഞാൻ കൊണ്ടു നടക്കുന്ന പാപത്തെ, ഞാൻ താലോലിക്കുന്ന പാപത്തെ, ഞാൻ ഉപയോഗിക്കുന്ന പാപ സ്വഭാവ ചിന്തകളെ